ഏഷ്യാനെറ്റിൽ വളരെ മികച്ച രീതിയിൽ സംപ്രേഷണം ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഒരു പരമ്പരയായിരുന്നു ചെമ്പനീർ പൂവ്. 2024 ജനുവരി മാസം 29-ാം തീയതിയോടുകൂടി ഏഷ്യാനെറ്റിൽ ആരംഭിച്ച ഒരു പരമ്പരയായിരുന്നു ചെമ്പനീർ പൂവ്. നായികമാരായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഗോമതി പ്രിയയും അതുപോലെ തന്നെ അരുണൊളിമ്പനുമായിരുന്നു. തുടക്കത്തിൽ തന്നെ സൂപ്പർ ഹിറ്റായി മാറാൻ പരമ്പരയ്ക്ക് കഴിഞ്ഞിരുന്നു. അതിലെ രേവതി സച്ചി ക്യാരക്ടർ തന്നെയായിരുന്നു പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിയത്. അത് അവതരിപ്പിച്ച ഗോമതി പ്രിയയും അരുണും തന്നെയായിരുന്നു മികച്ച താരങ്ങളായി മാറിയത്. ഏതാനും മാസങ്ങൾ കൊണ്ട് പരമ്പരയ്ക്ക് 11ഓളം അവാർഡുകളും സ്വന്തമാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ഓണത്തോടനുബന്ധിച്ച് പരമ്പരയിലെ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോമതി പ്രിയയെ പുറത്തായിക്കൊണ്ട് പകരം റബേക്ക സന്തോഷ് എന്ന നടിയെ കൊണ്ടുവന്നുകൊണ്ട് പരമ്പരയ്ക്ക് വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. എങ്കിലും പരമ്പര മുന്നോട്ട് പോവുകയും പരമ്പരയിലെ പുതിയ നായികയെ തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യുകയും തുടരുകയാണ്. പരമ്പര തുടർച്ചയായ ഏതാണ്ട് ഒരു വർഷത്തോളം അടുപ്പിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് തുടർച്ച ആവർത്തിക്കുവാൻ പരമ്പരയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച റേറ്റിംഗ് നോക്കിയപ്പോൾ പരമ്പര 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച റേറ്റിംഗിൽ പിന്നീട് ഈ ആഴ്ചത്തെ റേറ്റിംഗ് വന്നപ്പോൾ ഒപ്പത്തിനൊപ്പം പിടിക്കാൻ കഴിഞ്ഞപ്പോൾ പോലും പരമ്പരയ്ക്ക് വൻ ഇടിവാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗോമതിപ്രിയ ഉണ്ടായിരുന്നപ്പോൾ 8 ലക്ഷം വരെ പ്രേക്ഷകർ ഒരേ സമയം ആസ്വദിച്ച ഒരു പരമ്പരയ്ക്ക് ഇന്ന് 2 ലക്ഷത്തിൽ താഴെയാണ് പ്രേക്ഷകരുടെ സാന്നിധ്യം പരമ്പരയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗോമതിപ്രിയ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് പലരും ഇപ്പോഴും ചോദ്യങ്ങൾ പല ഫാൻ പേജുകളിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതിനുള്ള ഒരു ഉത്തരമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനാകുന്നത്. ഗോമതിപ്രിയ ഇനി ചെമ്പനീർപ്പൂവിലേക്ക് വരികയില്ല. കാരണം ഗോമതിപ്രിയയെ വിളിക്കാൻ ചെമ്പനീർപ്പൂവിന്റെ അണിയറ പ്രവർത്തകരോ അതേപോലെ ഗോമതിപ്രിയ ഇനി വിളിച്ചാൽ തിരിച്ചു വരാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നില്ല. ഗോമതിപ്രിയയെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിലവിൽ തമിഴ് വേഷം പരമ്പരയായിട്ടുള്ള സിറകടിക്കാസെ വളരെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗോമതിപ്രിയ ഇനി ചെമ്പനീർപ്പൂവിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുപോലെ തന്നെ ഗോമതിപ്രിയ പുതിയൊരു പരമ്പരയിൽ മലയാളത്തിൽ എത്തുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഗോമതിപ്രിയ ഇനി മലയാളത്തിൽ എത്താനുള്ള സാധ്യത ഒട്ടും കുറവല്ല എന്ന് തന്നെ പറയണം. കാരണം ഗോമതിപ്രിയ മലയാളത്തിലെ നിരവധി പ്രൊഡ്യൂസേഴ്സ് സമീപിച്ചു, കോണ്ടാക്ട് ചെയ്തു എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഈ 2025 തന്നെ നമുക്ക് പുതിയൊരു പരമ്പരയിലൂടെ ഗോമതിപ്രിയയെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഗോമതിപ്രിയയെ പല പ്രൊഡ്യൂസേഴ്സും കോണ്ടാക്ട് ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഗോമതിപ്രിയ മലയാളത്തിൽ വീണ്ടും പുതിയൊരു പരമ്പരയിലൂടെ പുതിയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തുമ്പോൾ അരുണൊളിമ്പൻ നായകനായി എത്താനായിരിക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹം.